ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്ന് നിങ്ങൾക്ക് കാണുന്നത് ഡെയിലി ക്യാൻഡിലിൻ്റെ ചാർട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിഫ്റ്റിയുടെ ഇന്നത്തെ ക്യാൻഡിൽ നിങ്ങൾ നോക്കിയാൽ മതി. എത്ര നല്ലൊരു സ്ട്രോങ് ബൈയിങ്ങിലാണോ നിഫ്റ്റി ഇന്ന് ക്ലോസ് ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓൾ ടൈം ആയൊക്കെ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പം മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. ഈവൻ നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയൊക്കെ പറഞ്ഞത് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ ടച്ച് ചെയ്യുമ്പോൾ ജൂൺ ഫോർത്തിനായിരിക്കും, അതായത് പാർലമെന്റ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന അന്നായിരിക്കും മാർക്കറ്റിൽ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുന്നതൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ മാർക്കറ്റിന് വേറൊരു പ്ലാൻ ആയിരുന്നു. മാർക്കറ്റിന് അതുവരെയൊന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ ഈ ഒരു ഷാർപ്പ് ബൈങ്, ഇത് ആരും എക്സ്പെക്റ്റഡ് ചെയ്ത ഒരു ഒരു റാലി ആയിരുന്നില്ല. കാരണം നമ്മൾ പല വീക്കിലും നമ്മുടെ അനാലിസിസ് വീഡിയോയിലൊക്കെ പറഞ്ഞത് മാർക്കറ്റ് ഒന്നെങ്കിൽ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുന്നത് ഇലക്ഷന് ശേഷമായിരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതും. കഴിഞ്ഞ അനാലിസിസ് വീഡിയോയിൽ പോലെ നമ്മൾ ട്രേഡിംഗ് പ്ലാൻ പറഞ്ഞത് ഒരു റീട്രേസ്മെന്റ് ട്രേഡാണ്. കാരണം നമുക്കിവിടെ കാണാൻ പറ്റും ഈ റാലി തുടങ്ങിയ ആ ദിവസം മുതൽ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് ഉണ്ടായിട്ടില്ല. ഒരു മാർക്കറ്റ് ഒരു ഷാർപ്പ് സെല്ലിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് ഒരു നല്ലൊരു റീട്രേസ്മെന്റ് പോലും ഇല്ലാതെയാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ അനാലിസിസ് പ്ലാനിങ്ങിൽ പറഞ്ഞത് ഒരു റീട്രേസ്മെന്റ് ട്രേഡ്, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു ബൈയിങ് സൈഡ് പോവുകയാണെങ്കിൽ നമ്മളൊരു വീക്ക്നെസ്സിൽ സെല് ചെയ്യുക. കാരണം ഒരു റീട്രേസ്മെന്റ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ വളരെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം വിക്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തത്. ഇന്നത്തെ പ്രധാനപ്പെട്ട റീസൺ, ഈ ഒരു ബുള്ളിങ് ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ നോക്കുകയാണെങ്കിൽ RBI ഡിവിഡൻഡ് പേ ഔട്ടായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിന് 2024 വർഷത്തിലേക്ക് 2.1 ലാക്ക് ക്രോർ റുപ്പീസ് നൽകിയിട്ടുണ്ട്. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗവൺമെൻറ് പോലും എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്തത് 1 ലാക്ക് സംതിങ് ആണ്. പക്ഷേ അതിൻ്റെ നേരെ ഡബിൾ ആയിട്ടാണ് RBI ഗവൺമെൻറ്റിന് നൽകിയത്. ഇത് വളരെയധികം സഹായിച്ചത് ബാങ്കിങ് സ്റ്റോക്കുകളെയാണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഇന്ന് ഉണ്ടായിട്ടുള്ളത് ബാങ്കിങ് സ്റ്റോക്കുകളുടെ ഹെൽപ്പിലാണ് നിഫ്റ്റി ഇന്നത്തെ ഈ ഒരു ഷാർപ്പ് ബൈയിങ് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ബാങ്കിങ് സ്റ്റോക്കുകളുടെ ഈ ഒരു നല്ലൊരു റാലിയാണ്. കാരണം ബാങ്കിങ് സ്റ്റോക്കുകൾ കുറച്ച് ദിവസമായിട്ട് നല്ലൊരു പ്രഷറിലായിരുന്നു. കാരണം നിഫ്റ്റി മൂവ് ചെയ്തിട്ടും ബാങ്കിങ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി വളരെയധികം പ്രഷറിൽ തന്നെയായിരുന്നു കുറേ ദിവസം റാലി ആവുന്നത്. പലപ്പോഴും കഴിഞ്ഞ ദിവസമൊക്കെ നിഫ്റ്റി അപ്സൈഡിൽ പോകുന്നു, ബാങ്ക് നിഫ്റ്റി നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എനിവേ, ഇന്നത്തെ റാലിയോടെ മാർക്കറ്റിൽ ആ ഒരു ഓൾ ടൈം ഹൈ എന്ന പ്രധാനപ്പെട്ട ഒരു കടമ്പ നിഫ്റ്റി കടന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് ഇനി എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക. കാരണം നമുക്ക് ഇനി പ്രധാനപ്പെട്ട ഒരു മുമ്പിലുള്ളത് ഒരു ഇലക്ഷൻ്റെ റിസൾട്ടാണ്. അതുവരെ മാർക്കറ്റിൽ ഏത് രീതിയിലുള്ള മൂവ്മെന്റ് തരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നാളത്തേക്കുള്ള ട്രേഡ് പ്ലാൻ ഒഴിവാക്കിയിട്ട് മാർക്കറ്റിൽ എങ്ങനെയാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള നമ്മുടെ റിസൾട്ട്, അതായത് ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെയുള്ള പോളിസി. കാരണം മാർക്കറ്റിൽ ഇനിയിപ്പം ഈ ഒരു ഇന്നുണ്ടായ ഒരു ബുള്ളിങ് ഇനിയിപ്പോൾ ഇതിനൊരു കണ്ടിന്യൂസ് ഉണ്ടാവുമോ എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ ഇവിടുന്ന് വീണ്ടും റിവേഴ്സ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകാനും സാധ്യതയുണ്ട്. എനിവേ, നമുക്ക് എലക്ഷൻ കഴിയുന്നത് വരെ ഇങ്ങനെയുള്ള പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ വിക്സ് വളരെ കൂടുതലായതുകൊണ്ടും നമുക്ക് നല്ലൊരു വാളറ്റൈൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഡെയിലി മാർക്കറ്റ് വാച്ച് ചെയ്യാം. മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ആദ്യം റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ഓപ്പൺ ആണ് ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായത്. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഒരു സെല്ലിങ് അവിടെ കാണുന്നില്ല, പ്രഷറേ ഇല്ല. മാർക്കറ്റ്
ചെറിയ ഒരു 2-3 വീക്ക് ഒരു ക്യാൻഡിൽ ഇവിടെ സെല്ലിംഗ് ക്യാൻഡിൽ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഒരു ഷാർപ്പായിട്ടൊരു ബൈയിങ് കണ്ടു. ആ ബൈയിങ് പിന്നെ നമുക്ക് ഓൾ ടൈം ഡേ ഹൈ ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് പിന്നെ മാർക്കറ്റ് കുറച്ച് സമയം അവിടെ കൺസോളിഡേഷൻ നടന്നു. പിന്നെ മാർക്കറ്റ് ഒരു റാലി തന്നെയായിരുന്നു. നല്ലൊരു ബൈയിങ് മൂവ്മെന്റ് ആയിരുന്നു. മാർക്കറ്റ് വളരെ അധികം സ്ട്രോങ് ആയിട്ട് തന്നെ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ചിലപ്പോൾ ഒരു കൺസോളിഡേഷൻ തന്നെയായിരിക്കും മാർക്കറ്റിൽ. ഇനിയും ഇലക്ഷൻ കഴിയുന്നത് വരെ ആയിരിക്കും ആളുകൾ പുതിയ ബൈയിങ് ഒക്കെ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യും. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഇനി ഒരു 2 ആഴ്ച കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ റിസൾട്ട് വരാൻ. സോ അതുവരെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല മൂവ്മെൻറ്റുകളും കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏതായാലും ഒരു ട്രേഡിംഗ് പ്ലാൻ ഇല്ലാതെ ഡെയിലി എങ്ങനെയാണോ മാർക്കറ്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് ട്രേഡ് എടുക്കുക. അതുപോലെ തന്നെ ഒരു നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡെയിലി മാർക്കറ്റിലുള്ള കാര്യങ്ങൾ ലൈവായിട്ട് അറിയാൻ വേണ്ടിയിട്ടൊരു ടെലിഗ്രാം ചാനൽ കൂടി ഞാൻ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ അത് ഓപ്പൺ ചെയ്ത ശേഷം അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. സോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് നാളത്തെ വീഡിയോയിൽ കൂടുതൽ വിശദമായിട്ട് നോക്കാം എന്തൊക്കെയാണ് നാളെ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.